ഓരോ തവണയും മൈഗ്രെയിൻ വരുമ്പോൾ നിങ്ങൾ പെയിൻ കില്ലറുകൾ കഴിക്കാറുണ്ടോ? എങ്കിലൊരു പ്രധാന കാര്യം ഓർക്കുക, ആ സമയത്ത് മാത്രം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അവിടെയാണ് നമുക്ക് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള പ്രതിരോധ ചികിത്സ ആവശ്യമായി വരുന്നത്. മൈഗ്രെയിൻ വരാതിരിക്കാനും വന്നാൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമാണ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പ്രതിരോധ ചികിത്സയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഒരു മാസത്തിൽ 4 തവണയോ അതിൽ കൂടുതൽ മൈഗ്രെയിൻ എപ്പിസോഡ് വരുന്നുണ്ടെങ്കിൽ, തലവേദന കഠിനമായതോ അല്ലെങ്കിൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതോ ആണെങ്കിൽ, സാധാരണ പെയിൻ കില്ലർ ഫലിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അമിതമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമ്പോൾ, അമിതമായി പെയിൻ കില്ലർ ഉപയോഗിക്കുന്നത് വഴി മെഡിക്കേഷൻ ഓവർയൂസ് ഹെഡേക്ക്, അതായത് മരുന്ന് അമിതമാവുന്നത് കൊണ്ടുള്ള തലവേദന വരാൻ സാധ്യതയുള്ളപ്പോൾ. പ്രതിരോധ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ മാത്രമല്ല, കൃത്യമായ ഉറക്കം, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വ്യായാമം, സ്ട്രെസ് കുറയ്ക്കുക, തലവേദന കൂട്ടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നിവയും ഇതിലുൾപ്പെടും. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ പ്രതിരോധ മരുന്നുകളുമുണ്ട്. മൈഗ്രെയിൻ നിങ്ങളുടെ ജോലിയെയോ പഠനത്തെയോ കുടുംബജീവിതത്തെയോ ഒക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു തലവേദന വരെയും കാത്തിരിക്കരുത്. പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കൂ. ലക്ഷ്യം മൈഗ്രെയിൻ വന്ന ശേഷം ചികിത്സിക്കുന്നത് മാത്രമല്ല, അത് വരാതെ തടയുന്നത് കൂടിയാണ്. മൈഗ്രെയിൻ വെറും ഒരു സാധാരണ തലവേദന മാത്രമാണ് എന്ന് കരുതുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ശാസ്ത്രീയമായ ഇത്തരം മൈഗ്രെയിൻ ടിപ്പുകൾക്കായി ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.